ഉണ്ട്. അപ്പം നമ്മുടെ കർമ്മ സംസ്കാരം എന്ത് എന്നുള്ളത് തിരിച്ചറിയുകയാണ് ആത്മീയതയിലെ ആദ്യത്തെ പടി. നാച്ചർ അഥവാ പ്രകൃതി നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്തുകൊണ്ട് എന്നുള്ള നമ്മുടെ പല ചോദ്യങ്ങളുടെയും ശരിയായ ഉത്തരം കിട്ടുകയുള്ളൂ. അത് കിട്ടാതെ നമ്മൾ വീണ്ടും 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 കുറേ പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ കുറേ വായിച്ചത് കൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല. അതാണ് സത്യം. ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണമില്ലാത്തവന് അറിവ് ഒരു അധിക ഭാരമാകുന്നു എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഇറ്റ്സ് ആൻ എക്സ്ട്രാ ബേർഡൻ ഇഫ് യുവർ സെൻസസ് ആർ നോട്ട് അണ്ടർ യുവർ കൺട്രോൾ. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണമില്ലാത്തവന് അറിവ് ഒരു അധിക ഭാരമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു കാര്യം അറിയാം, നിങ്ങളതിന് എഗനിസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഗനിസ്റ്റായിട്ട് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് സന്തോഷവും കിട്ടില്ല. ഈ അറിവ് നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് നശിക്കും. ഇനി ഒരാൾ ഇഗ്നറൻ്റ് ആണ്, ഇത് തെറ്റാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ ചെയ്ത് തന്നെ ജീവിക്കും എന്ന് കരുതുന്ന ഒരാൾ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഈ അറിവിൻ്റെ എക്സ്ട്രാ ബേർഡൻ ഇല്ല, അല്ലേ? കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഈ മനസ്സാക്ഷിയിൽ നിന്നും ഇന്നർ കോൺഷ്യസിൽ നിന്നുള്ള ആ ഒരു പിടിവലി അവിടെ ഇല്ല. ഇതാണ് അറിവ് മാത്രം ഫോളോ ചെയ്ത് അത് അനുഭവമായില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് അതൊരു പകർത്തെഴുത്തുണ്ടായില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ വൈകാരികമായ ലോകത്തും നമ്മുടെ പ്രതികരണങ്ങളിലും നമ്മുടെ അറിവിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആകെ ഉണ്ടാകുന്നത് മാനസിക സംഘർഷം മാത്രമാണ്. ഇതെല്ലാം പഠിച്ചു, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത ഞാൻ ഇപ്പോഴും ശങ്കരൻ തെങ്ങേൽ എന്ന് പറയുന്നത് പോലെ ഒരു പ്രശ്നമുണ്ടായാൽ ആൻസൈറ്റി, ഡിപ്രഷൻ ഒന്നുമില്ല, ഒരു പ്രയോജനവുമില്ല, ഇല്ലേ? പിന്നെ കുറേ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഭഗവത്ഗീത വായിക്കും, സമസുഖ സമദുഷ്മ സമദുഃഖ കാഞ്ചന എന്നുള്ളത് പഠിക്കും. ഏതൊരു പരിതസ്ഥിതിയിലും നമ്മുടെ മനസ്സ് സ്ഥിതപ്രജ്ഞയിൽ ഇരിക്കണമെന്ന് ചിന്തിക്കും. അടുത്തത് ഒരു ഇൻസിഡന്റ് വരുമ്പോൾ വീണ്ടും പോയി എല്ലാം. എന്താ ഇവിടെ പറ്റുന്നത്? ഇവിടെയാണ് നമ്മുടെ കർമ്മ സംസ്കാരം, അതിനകത്ത് സാത്വികത എങ്ങനെ പ്രവർത്തിക്കുന്നു, രജസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, തമസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ കർമ്മ സംസ്കാരം അനുസരിച്ച് എൻ്റെ പ്രകൃതി അനുസരിച്ച് എന്നെ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, എൻ്റെ അഹംബോധത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, എന്നെ ന്യൂട്രലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ, എൻ്റെ അഹംബോധത്തെ ഹാപ്പി ആക്കുന്നതും അൺഹാപ്പി ആക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ, അതിൻ്റെയൊക്കെ റൂട്ട് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആധ്യാത്മികതയിലേക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പിന്നെ എളുപ്പമാണ്. നമ്മൾ ലിബറേഷനിൽ അല്ലെങ്കിൽ ഫ്രീഡത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. നമ്മെ കെട്ടിയിട്ടിരിക്കുന്ന ആ പാശം, ജ്ഞാനപ്പാനയിൽ പറയുന്ന കർമ്മപാശം എന്ന് പറയുന്നതിനെ മനസ്സിലാക്കാനാണ് ഈശാവാസ്യത്തിൽ അവിദ്യയെ ആദ്യം അറിയുക, വിദ്യയെ രണ്ടാമത് മാത്രം അറിഞ്ഞാൽ മതി. ഈ അവിദ്യ മനസ്സിലാക്കാതെ നിങ്ങൾ മോക്ഷം അല്ലെങ്കിൽ വിദ്യയിലേക്ക്, ആത്മീയതയിലേക്ക് പോയാൽ അത് കൊടും ഇരുട്ടിൽ പതിക്കുമെന്ന് പറയാൻ കാരണം നിങ്ങളൊരു തെറ്റായ ഒബ്സഷനിലാണ്, സാത്വികമായ മായയുടെ ഒരു പിടിയിലാണ് അത് ചെയ്യുന്നത് എന്ന് ആത്മീയ ആചാര്യന്മാർ, ഗുരുക്കന്മാർ നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. സോ ഈ കർമ്മ സംസ്കാരത്തെ മനസ്സിലാക്കുക. കർമ്മ സംസ്കാരത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുക? എന്താണ് നിങ്ങളെ ഹാപ്പി ആക്കുന്നത്, എന്താണ് നിങ്ങളെ അൺഹാപ്പി ആക്കുന്നത്, എന്താണ് നിങ്ങളെ അഗ്രസീവ് ആക്കുന്നത്, എന്താണ് നിങ്ങളെ ഡിപ്രസീവ് ആക്കുന്നത്, ഈ കാര്യങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അതിനൊരു സെൽഫ് അനാലിസിസ് മതി. പഴയ ജീവിതത്തെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നമുക്ക് നവബോധം, നവജീവിതം എന്ന പേരിലൊരു പഠന പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിൽ ഇതാണ് നമ്മൾ ചെയ്യിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു ആർ എന്നുള്ളത് നിങ്ങൾ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വാട്ട് യു വാണ്ട് ടു ബിക്കം ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു തിങ്സ്, യുവർ ഐഡിയൽ സെൽഫ് ആൻഡ് യുവർ റിയൽ സെൽഫ്, ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്ലിയർ ഐഡൻറ്റിറ്റിയിൽ ഞാൻ എവിടെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതെങ്കിലും മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ പല 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 പേഴ്സണാലിറ്റീസായി, പല വ്യക്തിത്വങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺഫ്ലിക്റ്റിൽ അടികൂടി ബലാബലം പരിശോധിച്ചുകൊണ്ടിരിക്കും. ഒടുക്കം നമുക്ക് തന്നെ തോന്നും ഇതിൽ ഏതാണ് ഞാൻ, ഏത് ഞാനാണ് യഥാർത്ഥ ഞാൻ. ഏതോ ഒരു സിനിമയിൽ ചോദിക്കുന്നത് പോലെ അതാണോ ഞാൻ, ഇതാണോ ഞാൻ എന്ന് ചോദിക്കുന്നത് പോലെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇതാണ് നമുക്ക് ധ്യാനം ചെയ്യുമ്പോൾ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, മെഡിറ്റേഷന് തൊട്ട് ധ്യാനം നിർവിഷയം മനഃ എന്നാണ് സ്കന്ദോപനിഷത്ത് പറയുന്നത്. ആ മെഡിറ്റേഷന് തൊട്ട് മുമ്പ് അഷ്ടാംഗ മാർഗത്തിൽ എന്താണുള്ളത്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം,
ധാരണ, ധ്യാനം, സമാധി. അപ്പോൾ ധാരണ എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. അതിനു മുൻപ് പ്രത്യാഹാരം എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. ഈ പ്രത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ആരും കേട്ടിട്ടില്ല. അതൊരു ആഹാരമല്ല, കഴിക്കാനുള്ളൊരു ആഹാരമല്ല പ്രത്യാഹാരം. പിന്നെയോ പുള്ളിങ് ബാക്ക് യുവർ സെൻസസ്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങളെ, നിങ്ങളുടെ ഇഷ്ടമുള്ള അനുഭവങ്ങളെ, വ്യക്തികളെ, ഇഷ്ടമുള്ള വസ്തുക്കളെ, ഈ 3 കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ പുൾ ബാക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെന്റ്, വൈരാഗ്യം. അഭ്യാസേനതു വൈരാഗ്യേന ച എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അർജുനൻ ചോദിക്കുന്നു, ഭഗവാനെ, പാപം ചെയ്യുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാവരും പാപം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള, അല്ലെങ്കിൽ എന്താ ഇതിനൊരു സൊല്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണ്? ഏത് തന്നെ സ്ഥിതപ്രജ്ഞനായാലും വാസനകൾ അവയെ നിങ്ങളുടെ വഴിയിലേക്കും അവയുടെ വഴിയിലേക്ക് ധരിച്ചു കൊണ്ടുപോകുന്നു. ഇതിനൊരു പോംവഴിയില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് യെസ്, ഉണ്ട്. അഭ്യാസേനതു വൈരാഗ്യേന ച. അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രാക്ടീസ്, വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ്. ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് നമുക്ക് കൺസിസ്റ്റൻസി, നേരത്തെ പറഞ്ഞ സ്ഥിരത, ആ സ്ഥിരത കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ കർമ്മ സംസ്കാരങ്ങളെ മാറ്റിയെടുക്കാം. കർമ്മം നിങ്ങൾക്ക് അറിയാമായിരിക്കും. പ്രാരാബ്ധം, ആഗമി, സഞ്ചിതർ എന്നിങ്ങനെ 3 രീതിയിലുണ്ട്. അതിൽ ഈ പ്രാരാബ്ധം കടക്കുവാൻ പ്രയാസമുള്ള അബ്ധിയാണ് പ്രാരാബ്ധം. തരണം ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള സമുദ്രം. ആ സമുദ്രം, പ്രാരാബ്ധം പലപ്പോഴും നമ്മുടെ കയ്യിൽ അല്ല. പക്ഷേ നമുക്ക് സഞ്ചിത കർമ്മങ്ങളുണ്ട്. ഇന്ന് ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ, മാനസിക കർമ്മങ്ങളാണ് ഏറ്റവും നല്ല കർമ്മം എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തെ ആദ്യം ആലോചിക്കുക. എത്ര പേർ ശത്രുക്കളുണ്ട്, എത്ര പേർ മിത്രങ്ങളുണ്ട്, നമ്മളിൽ അസൂയ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാർമിക് ഡെപ്പോസിറ്റ്സ് ആയിട്ട്, മുദ്രകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രാരാബ്ധം എല്ലാം ഒഴിഞ്ഞിട്ടല്ല സഞ്ചിത സംസ്കാരത്തിൻ്റെ, സഞ്ചിത കർമ്മത്തിൻ്റെ പ്രയോജനം കിട്ടുന്നത്. ഇത് മിക്സ് ചെയ്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സത്കർമ്മങ്ങൾ ചെയ്താൽ സത് ഡെപ്പോസിറ്റ് ഉണ്ടാവും, അതിൽ നിന്നും സത്തായിട്ടുള്ള റിസൾട്ടും വരും. അത് നമ്മുടെ എല്ലാ ആചാര്യന്മാരും ഗുരുക്കന്മാരും പറയുന്നതാണ്. ഇറ്റ് ഈസ് സയൻറ്റിഫിക് ഓൾസോ, അല്ലേ? എല്ലാ ആക്ഷൻസും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്ന് പറയുന്നില്ലേ? അതുതന്നെയാണ്. അപ്പോൾ നമ്മളിത് നോക്കിയാൽ അറിയാം, ഇങ്ങനെ കർമ്മ സംസ്കൃതി എന്നുള്ളത് മനസ്സിലായാൽ, നമ്മുടെ കർമ്മ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ അടുത്ത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർമ്മ സംസ്കാരം അനുസരിച്ച് നമ്മൾ എന്താണോ ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്, അതാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മൾ അറിയുന്നില്ല മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വരുത്താത്ത ഒരു ദോഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, ഒരു നല്ലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പൊ ധ്യാനം കൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മവിധിയെ തിരുത്തി എഴുതാം. ധ്യാനം കൊണ്ട് പ്രോട്ടീൻ സ്ട്രക്ചറും അല്ലെങ്കിൽ ധ്യാനം കൊണ്ട് DNA-ക്കകത്ത് മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ, ധ്യാനം കൊണ്ട് നമ്മുടെ ഹോർമോണുകളിൽ ചേഞ്ച് ചെയ്യാൻ വരുത്തുമെങ്കിൽ, അല്ലെങ്കിൽ ധ്യാനം കൊണ്ട് നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സിലെ ഏത് ഭാഗം ആക്റ്റീവ് ആക്കാം, ഏത് ഭാഗം ഇന്നാക്റ്റീവ് ആക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ, അതേ ധ്യാനം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കർമ്മ സംസ്കാരത്തെ തിരുത്തി എഴുതാൻ കഴിയും. ധ്യാനം കൊണ്ട് ആൻറ്റി ഏജിങ് പ്രോസസ്സ് നടക്കും. ധ്യാനം കൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാൻ പറ്റും. മെഡിറ്റേഷൻ കൊണ്ട് ഒത്തിരി 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 സയൻറ്റിഫിക്കായിട്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പ്രയോജനങ്ങളുണ്ട്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നാൽ നമ്മുടെ സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞു പോകും. അതുകൊണ്ട് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കുക. ആ പാർട്ടാകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കണ്ണടച്ച് പദ്മാസനത്തിൽ ഇരുന്നത് കൊണ്ട് ആരും തന്നെ മെഡിറ്റേറ്റീവ് മൂഡിലോട്ട് പോകില്ല. നിങ്ങൾ വെറുതെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും മെഡിറ്റേറ്റീവ് മൂഡിലോട്ട് പോവുകയും ചെയ്യാം. ധ്യാനം ഒരു അവയർനെസ് ഷിഫ്റ്റാണ്. ആ അവയർനെസ് ഷിഫ്റ്റിനകത്ത് ഈ ലോകത്ത് ഞാൻ വേഷങ്ങളിൽ മാത്രമാണ് ജീവിക്കുന്നത്, ഓരോരോ വേഷങ്ങളാണ് ഞാൻ ആടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മിഡിലിൽ, അതിൻ്റെ സെൻറ്ററിൽ ഉള്ളത് ഒന്നുമായിട്ടും കണക്റ്റഡ് അല്ലാത്ത, ഒരു കർമ്മ സംസ്കാരവുമായും ബന്ധമില്ലാത്ത അനശ്വരമായ ആനന്ദം മാത്രമാണെന്നൊരു തിരിച്ചറിവുണ്ടായ ശേഷം നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം മെഡിറ്റേറ്റീവായിട്ടാണ് ചെയ്യുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്വാസം പിടിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അത് ധ്യാനമൊന്നുമല്ല. പിന്നെ നമുക്ക് കുറച്ച് ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആചാര്യന്മാർ അതുകൊണ്ടാണ് അഷ്ടാംഗ യോഗത്തിൽ പ്രത്യാഹാരവും ധാരണയും പഠിപ്പിച്ച ശേഷം ധ്യാനവും സമാധിയും പറയുന്നത്. എന്താണ് സമാധി എന്നറിയാമോ? ഏതെങ്കിലും സ്വാമി മരിക്കുമ്പോൾ നമ്മൾ പറയും സമാധിയായി എന്ന് പറയും. അതല്ല സമാധി. സമമായ ധീയാണ് സമാധി. സമമായ ധീ.
ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് ഡി മീൻസ് ബുദ്ധി അഥവാ പ്രജ്ഞ. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് ബുദ്ധി അഥവാ പ്രജ്ഞ എന്ന് പറയുന്നത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ബാലൻസിങ് സൈനസ്തേസിസ് എന്ന് സൈക്കോളജിസ്റ്റുകൾ വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് തന്നെയാണ് ശരീരത്തിന് വേണ്ടത്. നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ അറിയാം, എല്ലാ പോർഷൻസ് വാത, പിത്ത, കഫ, സോഡിയം, പൊട്ടാസ്യം, ആൽക്കലി, ആസിഡ്, ഇതിനകത്ത് കിടക്കുന്ന എല്ലാ ബോഡിയിലെ സംഗതികളും തമ്മിലൊരു ബാലൻസിങ് ഉണ്ട്. ബാലൻസിങ് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം പോയി. അത് തന്നെയാണ് ആത്മാവിൻ്റെ കാര്യത്തിൽ, പ്രാണന്റെ കാര്യത്തിൽ, ഇതുപോലെ തന്നെ മനസ്സിൻ്റെ കാര്യത്തിലുമുള്ളത്. ഇതിലേതെങ്കിലും ഒന്നുകൂടി ഇത് തന്നെയാണ് നമ്മൾ കുണ്ടലിനി മെഡിറ്റേഷനിലും പഠിപ്പിക്കുന്നത്. ആ ചക്രസ് ബാലൻസിങ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു ചക്ര ഇത്തിരി അക്യുമുലേറ്റഡ് എനർജി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സസ് കാരണം നമുക്ക് ചിലപ്പോൾ ബൈപോളാർ പോലുള്ള അസുഖങ്ങൾ വന്നേക്കാം. ഏതെങ്കിലും ഒരു ഒന്നിനകത്ത് എനർജി ഡൗൺ ആയി നമ്മൾ തീരെ അങ്ങ് ഡൗൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡിപ്രസീവ് സ്റ്റേറ്റിലോട്ട് പോയേക്കാം. അപ്പോൾ ഇത് എന്താ സമയം എക്സസ്സും ആകാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിൽ ഓക്സിജൻ കൂടുതൽ കയറി കഴിഞ്ഞാലും പ്രശ്നമാണ് അല്ലേ? ചിലർ പറയാറുണ്ട് പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓക്സിജൻ ഒരുപാട് കിട്ടും. ഒരുപാട് കിട്ടിയാലും പ്രശ്നമാണ് അല്ലേ? ഒരു സ്വാമിയോട് ഒരാൾ ചോദിച്ചു, നിഷ്കളങ്കമായിട്ട് ചോദിച്ചതാണ്. സ്വാമി പറഞ്ഞു, ശീർഷാസനം ചെയ്യുമ്പോൾ നമ്മുടെ ഈ രക്തമെല്ലാം തലയിൽ ഇരച്ച് കയറി തലയിൽ മൊത്തം ബ്ലഡ് ആൻഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ ഒരാൾ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു, നേരെ നിൽക്കുമ്പോൾ ബ്ലഡെല്ലാം കാലി കിടക്കുകയാണോ, ഇതെല്ലാം കൂടെ തിരിഞ്ഞു നിൽക്കും കയറി തലയിൽ വരാൻ, ഇതെല്ലാം കാലിൽ സ്റ്റോർ ചെയ്ത് വെച്ചൊക്കെയാണോ എന്ന് ചോദിച്ചതുപോലെ അതും നമ്മുടെ പല ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം തികച്ചും ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യുവാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. ആ ശാസ്ത്രീയമായിട്ട് നമ്മളെ അനലൈസ് ചെയ്താൽ മാത്രമേ, ഇമ്പാർഷ്യലായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ആ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എല്ലാ അറിവും സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. മാറ്റം വരേണ്ടത് വ്യക്തിത്വത്തിലാണ്. നമ്മൾ ലേൺ ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യുക, ലേൺ ചെയ്ത് വച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് നവബോധത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്.